അമ്മേ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് തിരിച്ചു വന്നത്? ഞാനിന്ന് അയാളെ കണ്ടു മോളെ. അയാള് തന്നെ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ടും പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. കൊല്ലും ഞാൻ അവനെ. ഇന്ന് വരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ. അമ്മേ, അതേ മോളെ. ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും. ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അതാ അയാള്. അമ്മേ, പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്. ഫ്രാൻസിസ് എന്താ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ഞങ്ങൾക്ക് എന്താ ഒരു ലാഭം? ലാഭം പബ്ലിസിറ്റി. നല്ല പബ്ലിസിറ്റി അല്ലേ? പൗരപ്രമുഖനായ നിങ്ങളൊക്കെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയല്ലേ? കുടുംബത്തെ കാശുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഒരു ചവിട്ടോടി. എനിക്കാണ് എന്റെ വാരിക്കൊരു പബ്ലിസിറ്റിയും. ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങളെപ്പോലെ ചില പ്രമുഖ സാമൂഹ്യ വിരുദ്ധന്മാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബലമാ. താനി വന്നേ. ഞങ്ങൾ തനിക്ക് ബലം തരാം. പക്ഷേ ഞങ്ങൾ ഈ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും. താൻ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചോണം. എങ്ങാനും നാറിയ ഞങ്ങൾ ഒറ്റരുത്. ഇല്ല. ഏതായാലും ഈ ലോ കോളേജിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പിരിയുക. ഈ ജന്മത്ത് ഞാനൊന്നും LLB പാസ്സാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നഗരത്തിൽ നമ്മുടെ ഒരു പാദമുദ്ര കിടക്കട്ടെന്താ? പുലിവാലാവില്ലല്ലോ. ഇല്ലടോ. എന്നാ ഞാൻ അറിയട്ടെ, എനിക്ക് കലക്ടറേയും വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലോട്ട് വരാം. ഫ്രാൻസിസേ, ഇത് പിള്ളേരുകളിയല്ല കേട്ടോ. ഒന്ന് പോടാ പുല്ലേ. സമൂഹ വിവാഹം മാങ്ങാ തൊലിയാണ്. ഇതൊക്കെ ഒരു ഫ്രോഡ് വേലയാണെന്ന് വരുന്ന അവന്മാർക്കും കേട്ടുന്ന അവളുമാർക്കും അറിയാം. പിന്നെ ഒത്താ ഒക്കട്ടെ എന്ന് വിചാരിച്ചു വരുന്നു, അത്ര തന്നെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമാൻ പ്രസന്നകുമാർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, വിവാഹ ചെലവുകളും അതിന്റെ ഫോർമാലിറ്റികളും അത്യന്തം ദുർഘടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കേരളം വാരികയെയും അതിന്റെ പത്രാധിപരായ ശ്രീ കരുണാകരനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. അടുത്തതായി കുമാരി അമ്മയുടെ വിവാഹം. ചേട്ടനോ? ചേട്ടനാടി ഇവനോ? ഒരു സമ്മേളനത്തിൽ ഒരു മാലയിട്ടെന്നും പറഞ്ഞ് ദില്ലിക്കിറപ്പാടെ മോനെ ഓസിലങ്ങ് വിഴുകാൻ നേരിച്ചല്ലടി. എണ്ടി കഴിവട മോളെ ഒന്നുകളെ ഞാൻ റൂമിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കണം. ഇനി അവന്റെ കണ്ണും വെട്ടത്തെങ്ങാനും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ റപ്പായി നീ അറിയും. എന്റെ മോൻ ആരുടെ ഓസ് വാങ്ങിയെന്ന് വേണ്ട. ചതിയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. എന്നും കഴിയുന്നു. അദ്ദേഹം പിരിയുമ്പോ നീ എന്റെ ഉള്ളിൽ ജന്മം എടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ ആകെ പതറിപ്പോയി. ആരും എന്നെ സഹായിച്ചില്ല.
ആരും എവിടെയൊക്കെയോ ശ്രമിച്ച് അദ്ദേഹത്തിന്റെ മേൽവിലാസം എനിക്ക് കിട്ടി. സ്ത്രീധനത്തൊക്കെ ഒന്നും ഇനിയൊരു പ്രശ്നമല്ല മാത്തച്ച. നിങ്ങളുടെ സ്ഥിതിക്ക് ഒട്ടും കുറയ്ക്കില്ലെന്നറിയാം. പിന്നെ മോളിക്കുട്ടിയെ നിങ്ങളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തുവാ, കുറി കൊടുക്കണം, വിളിച്ചു കൊല്ലണം, കെട്ടണം, ഇല്ലേടി? എന്നാലും പെണ്ണും ചെറുക്കനും പരസ്പരം ഒന്ന് കാണണ്ടായോ? ഇപ്പോഴത്തെ കാലല്ലേ. ഞങ്ങളുടെ മോളിക്കുട്ടി കുട്ടപ്പായെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പള്ളിയിലോ വെച്ചോ മറ്റോ. അവക്ക് കാര്യമാ. ആ, അപ്പൊ പിന്നെ ഇനി ഒന്നും തീരുമാനിക്കാനില്ല. തീയതി അങ്ങ് നിശ്ചയിച്ചു. എന്റെ ചെറുക്കൻ വന്ന് കാണും, അവന് ഇഷ്ടപ്പെടും, അങ്ങ് കെട്ടും. അവൻ തന്തയ്ക്ക് പറഞ്ഞവനാ, ഇല്ലേടി? മുതലാളി, എന്തുവാടാ? ഞാൻ ഇപ്പൊ വരാവേ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ടങ്ങനെ മാറി നിൽക്ക്. ആരും കാണണ്ട. അങ്ങോട്ടങ്ങനെ മാറി നിൽക്കാൻ ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബത്തിന്റെ സൽപ്പേര് കളയാൻ വന്നാണോടി നീ? അപമാനം എനിക്ക് താങ്ങാൻ ഒക്കില്ല. വേറെ ഒന്നോട് ഉണ്ടായ ഇവനോടുള്ള സ്നേഹം പങ്കുവന്ന് പോകുമല്ലോ എന്നോർത്ത് കുടുംബം നിലനിർത്താനുള്ള ഒരേ ഒരു കണ്ണിയാ. ഞാനത് സഹിക്കല. എല്ലാത്തിനും കൊന്തിയം കായലെറിഞ്ഞളിയും. നിനക്കറിയാവോ, ഇന്ന് അവന്റെ കല്യാണം നിശ്ചയമായിരുന്നു. നല്ല തറവാട്ട് മഹിമുള്ള കൊച്ചാ മോളിക്കുട്ടി. കുട്ടപ്പായ്ക്കും പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. ഒരു പെറക്കാപ്പിള്ളെ കൊന്നുകളയാൻ നിന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി അതിനെ പെറ്റി വളർത്തി ജീവിച്ചോ. കാണാമറയത്ത് എവിടെയെങ്കിലും. ഈ ജന്മം നിനക്ക് കഴിയാനുള്ള വക ഞാൻ തന്നേക്കാം. കിഴക്ക് എന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. നിന്നെ ഒരാളെ കുട്ടി ഞാൻ അങ്ങോട്ട് വിടാം. എന്റെ ഒരു ആശ്രിതനാ മത്തായി, ആരും അറിയില്ല. ഈ ഔദാര്യമൊക്കെ എന്തിനാണെന്ന് അറിയാവോ? കുട്ടപ്പായി ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. മേലാൽ നീ അവനെ കാണാനോ മറ്റോ ശ്രമിച്ചാൽ ഇല്ലിക്കറപ്പാട് തനി ഗുണം നീ അറിയും. സംഗതി അവൻ കാണിച്ച പോക്കൃതരോ. പക്ഷെ കുടുംബത്തിന് മാനം നോക്കണ്ടേ? ആ എസ്റ്റേറ്റിന്റെ മുഴുവൻ വരുമാനം അവളെടുത്തോട്ടെ. മത്തായിക്കുള്ള ശമ്പളം മാസാമാസം ഞാൻ അവിടെ എത്തിച്ചോളാം. നിനക്ക് കാശിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്ത് നീയും ഞാനും അല്ലാതെ മറ്റൊരാളും ഇത് അറിയരുത്. അവിടെ നിന്നും തന്ന സ്ഥലം പുറമ്പോക്കാണെന്നും ആദായമൊന്നുമില്ലെന്നോ മത്തായി പറഞ്ഞത്. കള്ളാണെന്ന് എനിക്കറിയാം. ആരോട് പരാതിപ്പെടാനാ? തെറ്റ് ചെയ്യാൻ മത്തായി ഒരുപാട് പ്രേരിപ്പിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല. നിന്നെ പ്രസവിച്ചു കഴിയുന്നതുവരെ മത്തായി ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ പിന്നെ അയാള് തന്നെ ഒരു ദിവസം ബലമായി എന്നെ നിന്നെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം, നിനക്കൊരു ജീവിതം കിട്ടണം. അതിനൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായി പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരിക്കലും കാണില്ല, കാണണ്ടെന്നൊക്കെ കരുതിയതാ. ഞാനൊരു സ്ത്രീയല്ലേ മോളെ. മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്നെ സ്വീകരിക്കണ്ട, നിന്നെ കാണാൻ വരും, സ്വീകരിക്കും. ആ മനുഷ്യൻ ഇന്ന് അവിടെ വന്ന നീ അല്ലെങ്കിൽ വേണ്ട, നിന്റെ മോൾ എവിടെയെന്ന് പറഞ്ഞു. ഈ 17 വർഷവും ഞാൻ അയാളെ വെറുത്തില്ല. എന്റെ തെറ്റ്. മൃഗമാണവൻ, മൃഗം. അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഇവിടെ വന്നാലോ? നേരെ അയാൾ ഇവിടെ വരാനും മടിക്കില്ല. എവിടെയെങ്കിലും പോവാം. ബാലന്റെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മേ, ആ
ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വേഗം റെഡി ആയിക്കോ. പോണേന് മുമ്പ് അച്ഛൻ എനിക്കൊന്ന് കാണണം. ഒന്നിനുമല്ല, വെറുതെ ദൂരെ മറിഞ്ഞിരുന്ന് കണ്ടോളാം. വെറുതെ ഒരാശ. അമ്മനേക്കാ അമ്മനേക്കാ എന്താ? വെളിനാട്ടുകാരൻ ഒരുത്തൻ ഇവിടെ വന്നെന്താ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതൊന്ന് കാണണമല്ലോ. ഞാനും എന്റെ മോളും ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. നിങ്ങൾ ഒരിടത്തും പോകണ്ട, ഞങ്ങളൊക്കെ വിടില്ലേ. പേടിക്കാതക്ക, അവന്മാര് ഈ കോളനി വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങ്, ഞങ്ങൾ കാവലുണ്ട്. താൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറയായിരുന്ന എന്താ? അതിനുള്ള അവസരം ഉണ്ടായില്ല, ആവശ്യം വന്നില്ല. എന്തൊരു മാരണമാണ്. ദൈവഭാഗ്യത്തിന് അവനും അവളും തമ്മിൽ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് അവരെ പുറകെ പോന്നതാ. കുട്ടപ്പായി ഇപ്പൊ എവിടെ ഉണ്ട്? ആ ലേക്കിനടുത്ത് വെള്ളം അടിച്ചിരിപ്പുണ്ട്. വെള്ളത്തിന്റെ പുറത്ത് അവന്മാർ അമ്മണിയുടെ വീട് തപ്പി പോകാനും മതി. അവര് തമ്മിൽ കണ്ടുമുട്ടിയ മുതലാളിയുടെ കാര്യം അതോടെ തീർന്നു. അവന്റെ കുടുംബത്തിന്ന് അവന്റെ കൊച്ചിന് കൊടുത്ത മുതല് ഇന്ന് ഞാനല്ലയോ അനുഭവിക്കുന്നത്. അമ്മയും മോളും തന്തയും എല്ലാം കൂടി ഒന്നാവും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തും ചെയ്യും. ഒന്നുകിൽ ആ പെണ്ണിനെ പിടിച്ച് തേവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ തേവരെ കൊല്ലുക. അതേടോ മൂന്നാമതൊരു മാർഗമില്ല. താനങ്ങോട്ട് മാറിക്കും, തന്നെ കാണണ്ട. പതുക്കെ പരണിന്ന് പിടിച്ചോടാ. എന്നെ വിടറാ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നടന്നു പോയിക്കോളാം. റോയമോനെ, നിന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാൻ നാട്ടിൽ ഒരു മറ്റവനും ഇല്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിനക്കൊരാപത്ത് വരുമ്പോ വന്നപ്പോ പണം കൊണ്ട് സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് വാങ്ങില്ല. ആ പെണ്ണിനെ തള്ളയും കൂടെ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിൽ ഇട്ട് തരാം. ഈ പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചോണ്ടാ അപ്പൊ അവളോ ചെയ്യാൻ ഒന്നും ചെയ്യായിരുന്നേ. അവളെ വീട്ടിൽ ചെന്ന് പൊക്കാനുള്ള ബലത്തിനാ വെള്ളവടി തുടങ്ങിയതേ. പക്ഷേ സംഗതി ഇത്തിരി ഓവറായിപ്പോയി. അല്ലെങ്കിൽ ഇന്ന് അല്ലടാ, ആ മത്തായി അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാന്നല്ലയോ പറഞ്ഞിരിക്കുന്നത്. ഇല്ലേലും നീ വിഷമിക്കണ്ട, നാളെ നേരം വെളുക്കട്ടെ. അല്ലെങ്കിൽ ഈ കള്ളം നിറങ്ങി ഞാനൊന്ന് കാലേ നിൽക്കാറാകട്ടെ. ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അവളെ പോക്കും. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെയുണ്ട് ഒരു സദാചാരബോധം. കുലസ്ത്രീയൊന്നും അല്ലല്ലോ, തൊഴിൽ പറ്റത് തന്നെയല്ലേ. ഒന്നും സാരമില്ല, കുട്ടപ്പായി പോയി കിടക്ക്. നാളെ സംസാരിക്കാം. അല്ല വിട്ടെ 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 വിട്ടെ. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മത്തായി, അവൻ മഹാകള്ളക്കടവറുടെ പോന. അവൻ വിചാരിച്ച ഇതിന് വല്ല പഞ്ചം ഉണ്ടോടാ? തള്ളയും മോളും മത്തായും കൂടെ നിന്നെ പറ്റിക്കുക. അച്ചായോ, ബാക്കി നാളെ സംസാരിക്കാം. അല്ല അല്ലേ, അല്ലെങ്കിൽ ഇപ്പോ സംഗതി നടന്നില്ലെന്ന് എന്നെ വെക്ക്. ആ തേവരെ പിടിച്ച് നമുക്ക് രണ്ട് പൂശാം അല്ലേ. മുതല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുതലും പലിശയും കൂടെ കിട്ടുമ്പോ കൊടുക്കും. അതിന് പെണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ എവിടെ ന്യായമൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. നാളെ സംസാരിക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. അതെങ്ങനെ പിള്ളേരെ ഇവനെ തമ്മിൽ തെറ്റിക്കുക. ഒന്ന് ഫോൺ ചെയ്താൽ മതി, പണിക്കരും പോലീസൊക്കെ പറഞ്ഞെത്തും. ആ പന്ന റാസ്കൽ കുടയ്ക്കനാലുണ്ടെന്ന്. അപ്പോഴാ പിള്ളേരും അവന്മാരും കൂടെ തന്നെയുണ്ട്. പോലീസിന് വിവരം അറിയിച്ചാലും എന്തിന്? കേസിനെന്താ വിലവുള്ളത്? പിറ്റേ ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി നെഞ്ചു പിരിച്ച് നടക്കും. പെറിക്കുത്തരം മുറിപ്പത്തല് പല്ലി തോടെയുള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയണം. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചു, ഇപ്പൊ തന്നെ പുറപ്പെടണം. ശരി മുതലാളി. അമ്മേ, എന്റെ മോള് പേടിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്.
പോയി അയാളെ? എന്റെ അച്ഛൻ തന്നെയല്ലേ? ഞാൻ പോയി കാണാം. സ്വന്തം മോള് നേരിൽ വന്നാൽ ചിലപ്പോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലോ? നാട്ടുകാർ മുഴുവൻ അളയിരിക്കുക. இந்த 4 പശങ്ക് വിചാരിച്ച് ഏതാണ്ട് നടക്കുമാ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ പോയി വിളിച്ചോണ്ട് വാ. ശരി. വന്നേ. രാജു സാർ, രാജു സാർ. മുത്തു, എന്താ മുത്തു? റോയ് സാറെ വിളിക്കുന്നു. എന്തിനാ? അതല്ല അപ്പുറം சொல்றேன். വേഗം വാങ്ങോ. ശീഘ്രം. പാലോണി, അനിലേ, അലക്സേ, റോയ് ചായ വിളിക്കുന്നു. വാ. കേൾക്കുമ്പോഴാലോചിക്കണം. അതാ പിള്ളേര് വരുന്നുണ്ട്. എന്താ റോയ് ചായ? എന്താ പ്രശ്നം? എന്തിനാ മടിക്കുന്നത്? പറഞ്ഞു കൊടുത്താട്ടെ. ആരും വിഷമിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. പ്രായിക്കരെ അപ്പം മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. കുട്ടപ്പാച്ചൻ അറിഞ്ഞു? ഇല്ല. നിങ്ങൾ അങ്ങേയറ്റം നമ്പിയിരിക്കുന്ന കുട്ടപ്പായുടെ തനി കൊണം നിങ്ങൾക്കറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മുതലാളി. രാജു ഒന്നിങ്ങി വന്നേ. രാജു, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനിയന്മാരാകാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ആ സഹതാപം വെച്ച് പറയുകയാണ്. നിങ്ങൾ 4 പേരുമാണ് ഇപ്പൊ പ്രതികൾ. കുട്ടപ്പായുടെ പേര് കേസൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തോ പ്രേരണ കുറ്റം, അത്രയേ ഉള്ളൂ. പോലീസ് നിങ്ങളെ തിരക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം. കുട്ടപ്പായ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് അവിടെ ആ പുരിവാലൊക്കെ ഉണ്ടാക്കിയത്. ചതിയാണ് കുഞ്ഞുങ്ങളെ ഇത്, ചതി. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കൊലപാതകികളാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നു. കണ്ടില്ലേ? അച്ഛനെങ്ങനെ ചെയ്യൂ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് വിശ്വാസമല്ലേ? പോയി കിടന്നുറങ്ങ്. നേരം എടുക്കുമ്പോ ബൂട്ടും തൊപ്പിയും കണി കാണാം. പിടി കിട്ടിയാ പിന്നെ ജീവപര്യന്തം കുറഞ്ഞ ശിക്ഷയില്ല, അറിയാമല്ലോ. ആ, എനിക്കെന്ത് കാര്യം? ഞാൻ അപ്പോഴേ മുതലാളിയോട് പറഞ്ഞതാ, യുവമാരോടൊന്നും പറഞ്ഞാൽ തലയെ കയറത്തില്ല. വളമത്തു രാജു. അല്ല പിന്നെ ഈ പാതിരാത്രിക്ക് നമ്മളെ വിളിച്ചുണർത്തി ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് റോയിച്ചിന് എന്താ ഗുണം? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, കുട്ടപ്പായച്ചാൻ ഫോണിന്റെ അടുത്തൊരു കറങ്ങി നടപ്പും, സ്വരം അടക്കി പിടിച്ച് ചില STD വിളികളും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ, നീ വാ റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം.